മഹാഗുരുശരണം. അപ്പോൾ നമ്മൾ ഗിരിവലപ്പാതയിൽ അവസാന ലാപ്പിലാണ്. ഇപ്പോൾ കാണുന്നത് ഗോപുരം കാണുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഗോപുരം കാണുന്നുണ്ട്. നമ്മൾ വന്ന വഴി അതാണ്. അങ്ങനെ കൂടിയാണ് നമ്മൾ വന്നത്. അങ്ങനെ കൂടി വന്ന് നമ്മൾ ഗിരിവലപ്പാതയുടെ അവസാന ലാപ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഗോപുരത്തിൻ്റെ അവിടെ ഇത് നമ്മളെ ഗിരിവലം സമർപ്പിക്കുകയാണ്. അവിടെ ചെന്ന് ഈ ഗിരിവലം യാത്ര ചെയ്തത് എന്നെ പ്രചോദനമായ എന്നെ കാണുന്ന നിങ്ങൾക്കേവർക്കും സകുടുംബം ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, സമ്പൽ സമൃദ്ധി, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, നല്ല വരുമാനമുള്ള അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ കയറി നല്ല കുടുംബജീവിതം, ഉത്തമ സംസ്കാരമനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിച്ച് ഉത്തമ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യം എന്ന് പറഞ്ഞാൽ കൈകാൽ വീശി നടക്കുവാൻ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുവാൻ, നന്നായിട്ട് സംസാരിക്കുവാൻ, നന്നായിട്ട് കണ്ണ് കാണുവാൻ, നന്നായിട്ട് ചെവി കേൾക്കുവാൻ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പഞ്ച ഇന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും സങ്കല്പം ചെയ്യുന്നു. ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സാകട്ടെ, വ്യാപാരമാകട്ടെ, തൊഴിലാകട്ടെ, മറ്റ് ജീവിത സാഹചര്യങ്ങളാകട്ടെ, അതിൽ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകുകയും നല്ല കുടുംബജീവിതം, നല്ല വ്യക്തിജീവിതം, നല്ല സാമൂഹിക ജീവിതം ഉണ്ടാകുവാനുള്ള സൗഭാഗ്യം നൽകണമെന്ന് അരുണാചലേശ്വരനോട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. എല്ലാവരുടെയും വീട്ടിൽ സന്തോഷം, സമാധാനം, ഐക്യമത്യം, സമൃദ്ധി, കുടുംബബന്ധങ്ങളിലെ കെട്ടുറപ്പുണ്ടാകണമെന്ന് അരുണാചലേശ്വരനോട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അതുപോലെ എല്ലാവരുടെയും വീട്ടിൽ സഹോദര ബന്ധങ്ങളിൽ, ഭാര്യാഭർത്ത ബന്ധങ്ങളിൽ, അച്ഛൻ മക്കൾ, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളിൽ, ജാമാതാക്കൾ, വിവാഹിത ഭാര്യ വീട്ടുകാർ, ഭർത്ത വീട്ടുകാരുടെ ബന്ധങ്ങളിലെല്ലാം പൂർണ്ണ ദൃഢതയും ഐക്യമത്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകണമെന്ന് സങ്കല്പം ചെയ്യുന്നു. എല്ലാവരുടെയും എല്ലാ അഭീഷ്ടങ്ങളും അവർക്കും കുടുംബത്തിനും സന്തോഷകരമായ സാമ്പത്തികമായ സമൃദ്ധമായ കുടുംബജീവിതം നയിക്കുവാനുള്ള വരുമാനം ഉണ്ടാകണമെന്ന്, അതിനുള്ള അനുഗ്രഹം ഉണ്ടാകണമെന്ന് അരുണാചലേശ്വരനോട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് നടക്കട്ടെ എന്ന് സങ്കല്പം ചെയ്യുന്നു. എല്ലാവരുടെയും ചെയ്യുന്ന പ്രവൃത്തികൾ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും സാമൂഹികമായിട്ടും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റെ 100 ഇരട്ടി പ്രതിഫലം 33 കോടി ദേവതകളിൽ നിന്ന്, പരാശക്തി പരമാത്മ ചൈതന്യങ്ങളിൽ നിന്ന്, ത്രിമൂർത്തികളിൽ നിന്ന്, നമ്മുടെ ഇഷ്ടദേവതകളിൽ നിന്ന്, കുലദേവതകളിൽ നിന്ന്, ഗ്രാമദേവതകളിൽ നിന്ന്, കുടുംബദേവതകളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, പിതൃക്കന്മാരിൽ നിന്നുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. എല്ലാവരുടെയും എല്ലാ അഭീഷ്ടങ്ങളും നടക്കട്ടെ. കുട്ടികൾക്ക് നല്ല ജോലി കിട്ടട്ടെ. വിവാഹബന്ധങ്ങൾ നല്ല കെട്ടുറപ്പാകട്ടെ. എല്ലാവർക്കും സൽസന്താനം ഉണ്ടാകട്ടെ. ഇതൊക്കെ എന്നോട് ഓരോരുത്തരും പറഞ്ഞതോർത്തോർത്ത് ഞാൻ സങ്കല്പം ചെയ്യുകയാണ്. ചിലർ ഇൻ്റർവ്യൂവിന് പോകുന്നു, അത് നല്ല രീതിയിൽ വിജയിക്കട്ടെ. ചിലർ ഉപജീവനാർത്ഥം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു, അല്ലെ മറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നു, അതൊക്കെ നല്ല രീതിയിൽ വിജയിക്കുവാനുള്ള സങ്കല്പം ചെയ്യുന്നു. നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു. ഇവിടെ ഭൂതനാരായണ പെരുമാൾ എന്താ ഭൂതനാരായണ പഞ്ചഭൂത തത്വമായിരിക്കും ഭൂതനാരായണൻ എന്ന് പറയുന്നത് കേട്ടോ. ഭൂതനാരായണ പെരുമാൾ ക്ഷേത്രമാണ്. അടച്ചിരിക്കുകയാണ്. അകത്ത് ശ്രീകോവിൽ കാണുന്നു. അപ്പോൾ ഭൂതനാരായണ പെരുമാളിനോടും എല്ലാവരുടെയും എല്ലാ അഭീഷ്ടങ്ങളും അനുഗ്രഹിച്ച് നൽകാൻ സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാമം ചൊല്ലുന്ന പോലെ ഹോണടിക്കണത്. നമ്മുടെ
ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സാറ് പറഞ്ഞ പോലെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഫോണായിട്ട് ഇത് ചെയ്യുന്ന അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ല പാട്ടുകൾ, ഭജഗോവിന്ദം, അങ്ങനെ വാതാപി ഗണപതിയും, ശ്രീ മഹാലക്ഷ്മി, ഭാഗ്യദാലക്ഷ്മി ബാരമ്മ, സ്വാമി ശരണമയ്യപ്പ, അങ്ങനെയൊക്കെയുള്ള ഭജനകൾ കേൾക്കാമാണ് ഇല്ല. അത് എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് 27 സെക്കൻഡായി. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ക്ഷേത്രത്തിന് മുന്നിലെത്തുകയാണ്, രാജഗോപുരത്തിന് മുന്നിലെത്തുകയാണ്. നമ്മൾ ഇത് തുടങ്ങിയ ഗിരിവലം തുടങ്ങിയെടുത്ത് നമ്മൾ എത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അരുണാചലേശ്വരൻ കേൾക്കട്ടെ. ഈ ഗിരിവലം അദ്ദേഹത്തിൻ്റെ പാർവതീ പരമേശ്വരന്മാരുടെ, അരുണാചലേശ്വരൻ ഉണ്ണാമലൈ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ അഭീഷ്ടവും നടക്കണമേ. എല്ലാ കുടുംബങ്ങളിലും എല്ലാ സന്തോഷവും വരണമേ. സമാധാനം ഉണ്ടാകണമേ. സമൃദ്ധി ഉണ്ടാകണമേ. ഐക്യവൃത്തി ഉണ്ടാകണമേ. കുടുംബ ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടാകണമേ. മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം, സമാധാനം, സമൃദ്ധി, ഐക്യമത്യം ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ നടയിലേക്ക് എത്തുന്നു. രാജഗോപുരം കാണാമല്ലോ അല്ലേ, അതിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ 5 മിനിറ്റ് 36 സെക്കൻഡായി. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. അവസാനം ഇതിലേക്ക് ചെയ്യാണ്. നമ്മൾ നടന്നെടുക്കുകയാണ്. നമ്മുടെ ഗിരിവലം അവസാന നിമിഷങ്ങളിലേക്ക് നടക്കുകയാണ്. എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. മനസ്സുകൊണ്ട് ആൾക്കാരെല്ലാം ഗിരിവലം കഴിഞ്ഞിരിക്കുകയാണ്, യാത്രയാകാനിരിക്കുകയാണ്, ബാഗൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷകൾ, പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങൾ എല്ലാം ഇവിടെ അരുണാചലേശ്വരൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ, പൂർണ്ണ പ്രതീക്ഷയോടെ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് യാത്രയാകുകയാണ് സകുടുംബം. ചേട്ടൻ്റെ അഭ്യാസം കണ്ടല്ലോ. ഇടത് ചെവിയിൽ മൊബൈൽ വെച്ച് 2 കൈയും കൊണ്ട് പിടിച്ച് ഓടിക്കുന്നു. അപ്പോൾ വടക്കേ ഗോപുരമാണ് അത് കാണുന്നത്. നമ്മൾ കിഴക്കേ ഗോപുരത്തിലേക്ക്, ഇവിടെ നിന്നാണ് നേരത്തെ വീഡിയോ ഇട്ടത് ഞാൻ. അപ്പോൾ നമ്മൾ കിഴക്കേ ഗോപുരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഗിരിവലം ഇവിടെ സമർപ്പണം ചെയ്യുന്നു അരുണാചലേശ്വരന് മുമ്പിൽ. എന്നെ കാണുന്ന കേൾക്കുന്ന ഈ ഗിരിവലത്തിൻ്റെ അറിയില്ല 30 എപ്പിസോഡെങ്കിലും കാണും തോന്നണം. ഉദ്ദേശം 2 മണിക്കൂർ 4 മണിക്കൂർ കണ്ടേക്കും. മാക്സിമം 20 മിനിറ്റിൻ്റെയാണ് ഒരു വീഡിയോ. അത് കാണാൻ പറ്റുന്നവർ കാണുക, സ്പീഡിലിട്ട് കാണുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന, അനുഗ്രഹം, കരുതൽ, വിശ്വാസം കൊണ്ട് എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാനും ഇന്ന് പൂർണ്ണ ഗിരിവലം ചെയ്യാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹമാണെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ചെറിയ ചെറിയ ദക്ഷിണ അയച്ച് സഹായിച്ച എല്ലാവരുടെയും നന്ദി കടപ്പാട് അറിയിക്കുന്നു. എല്ലാവർക്കും അത് ലക്ഷങ്ങൾ കോടികളായിട്ട് കുബേരൻ, മഹാലക്ഷ്മി, ദേവതകൾ, 33 കോടി ദേവതകൾ, ത്രിമൂർത്തികൾ എല്ലാം തിരിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. നമ്മൾ രാജഗോപുരത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. എത്തുമ്പോൾ ഇതാണ് നേരത്തെ കാണിച്ച പുറത്തുകൂടിയുള്ള ആ സ്ഥലം. നമ്മൾ രാജഗോപുരത്തിൻ്റെ മുമ്പിലെത്തുകയാണ്. അത് നമ്മൾ ഇത് ചെയ്യുകയാണ്. നമ്മുടെ ഗിരിവലം ഇവിടെ സമർപ്പിക്കുകയാണ്. ഒരു നായ്ക്കുട്ടിയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങി 6 മണിക്ക് തുടങ്ങി, 4 മണിക്ക് തുടങ്ങി. ഇപ്പം ഉദ്ദേശം 9 മണി കഴിഞ്ഞ് കാണും. ശ്രീനിവാസനെയൊന്നും കാണുന്നില്ല. 9 മണി കഴിഞ്ഞ്
ഇവിടെ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ നടയടച്ചു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അദ്ദേഹം കൈക്കൊള്ളട്ടെ, എല്ലാവർക്കും എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ഓൾ താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ.